തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഖണ്ഡിക 9 അനുസരിച്ച് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനു ശേഷം സ്ഥലം മാറ്റരുതെന്ന് അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് KSRTC സംസ്ഥാന വ്യാപകമായി ജീവനക്കാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. മാർച്ച് 5-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. എന്നാൽ മാർച്ച് 30-ന് പത്തനംതിട്ടയിലെ ATOയെ DTO പ്രൊമോഷൻ നൽകി സ്ഥലം മാറ്റി. ഇതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 78 മെക്കാനിക്കുകളെ ചാർജ്മാൻ തസ്തികയിലേക്ക് നിയമിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി. പെരുമാറ്റച്ചട്ടത്തിൽ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്നതിന് പ്രശ്നമില്ല, എന്നാൽ സ്ഥലം മാറ്റം നൽകരുതെന്ന് ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം മാർച്ച് 4-ാം തീയതി രേഖപ്പെടുത്തി ജീവനക്കാർക്ക് സ്ഥലമാറ്റത്തിനുള്ള ഉത്തരവുകൾ നൽകി. എന്നാൽ ഈ ഉത്തരവ് ജീവനക്കാരുടെ കൈകളിലെത്തിയത് മാർച്ച് 30-നാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള തീയതിയിൽ പലർക്കും ഹാജരാകാൻ കഴിഞ്ഞില്ല. KSRTC ജീവനക്കാരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥലം മാറ്റിയതിനെതിരെ ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ കമ്മീഷന്റെ അനുമതി വാങ്ങിയാണ് ഉത്തരവുകൾ ഇറക്കിയതെന്നാണ് KSRTC അവകാശപ്പെടുന്നത്. അതേസമയം 536 പേരുടെ ജൂനിയർ ക്ലർക്ക് നിയമനത്തിലും തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. സർക്കാർ വകുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം സ്ഥലമാറ്റം പാടില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചട്ടം ലംഘിച്ച് KSRTCയുടെ സ്ഥലമാറ്റ ഉത്തരവിൽ പിന്നിൽ ദുരൂഹതയേറുകയാണ്. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.